This topic is updating existing elements of array. അതായത് അറേയിലുള്ള എലമെന്റ്സിനെ എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 4 പോയിന്റ്സ് ആണ് അവിടെ പറയുന്നത്. Elements of the array can be updated with the new values by assignment of the desired index. അതായത് നമുക്ക് ഇൻഡെക്സ് പറഞ്ഞ സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ ത്രൂ നമുക്ക് എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ തന്നെ കണ്ട പോലെ നമ്മൾ ഓരോ പൊസിഷൻ പറഞ്ഞ് നമുക്ക് ആ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ദ ചേഞ്ചസ് ആർ റീറ്റെയിൻഡ് ഇൻ ദ ഒറിജിനൽ അറേ. എന്തൊക്കെ ചേഞ്ചസ് വന്നാലും ആ ചേഞ്ചസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും പോവുക. ഇഫ് ദ ഇൻഡെക്സ് വാല്യൂ ടു ബി അപ്ഡേറ്റഡ് ഈസ് വിത്തിൻ ദ ലെങ്ത് ഓഫ് ദ അറേ ദെൻ ദ വാല്യൂ ഈസ് ചേഞ്ച്. അതർവൈസ് ന്യൂ എലമെന്റ് ഈസ് ആഡഡ് അറ്റ് ദ സ്പെസിഫൈഡ് ഇൻഡെക്സ്. അതായത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ 1 to 10 നമ്മൾ 1 to 5 വരെയാണ് എലമെന്റ്സ് കൊടുത്തേക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ 5ാമത്തെ എലമെന്റ് ആണ് മാറ്റുന്നതെങ്കിൽ കറന്റ് അവിടെ ഇരിക്കുന്ന എലമെന്റ് ഏതാണോ അത് മാറിയിട്ട് പുതിയ വാല്യൂ ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ അവിടെ വാല്യൂ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കും. അതാണ് തേർഡ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റിൽ പറയുന്ന മൾട്ടിപ്പിൾ എലമെന്റ്സ് ക്യാൻ ഓൾസോ ബി അപ്ഡേറ്റഡ് അറ്റ് വൺസ് either with the same element value or multiple value in case the new values are specified as a vector. അതായത് നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമ്മുടെ അറേയിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് കൊടുക്കണമെങ്കിൽ അതിനൊരു വെക്ടർ ആക്കി നമുക്ക് പാസ് ചെയ്ത് വിടാം. സിംഗിൾ എലമെന്റ് അല്ല, ഒന്നിക്കുള്ള എലമെന്റ്സ് നമുക്ക് പാസ് ചെയ്യണം. ഒന്നിക്കുള്ള വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനെ വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ദെൻ അസൈൻ ടു ദാറ്റ് പർട്ടിക്കുലർ പൊസിഷൻ ഓഫ് ദ അറേ. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എം എന്ന് പറയുന്ന ഒരു വെക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. 1 2 3 4 5 6 7 8 9. അതിൻ്റെ പേര് എം എന്നാണ്. ഇതാണ് ഒറിജിനൽ അറേ. നമ്മൾ എം പ്രിന്റ് ചെയ്യാൻ പറയാം. നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? 1 2 3 4 5 6 ഇതായിരിക്കും നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഒറിജിനൽ അറേ എന്നും പറഞ്ഞ് നമുക്ക് പ്രിന്റ് ആവുന്നത്. നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം തന്നെ. ഇനി ഫസ്റ്റ് മോഡിഫിക്കേഷൻ പറയുകയാണ് അപ്ഡേറ്റിംഗ് സിംഗിൾ എലമെന്റ് എം ഓഫ് 1. എം ഓഫ് 1 നമ്മൾ പറഞ്ഞിരുന്നു ആർ പ്രോഗ്രാമിൽ ഇൻഡെക്സിങ് സ്റ്റാർട്ട്സ് വിത്ത് 1 നോട്ട് 0. സോ ഫസ്റ്റ് പൊസിഷനിലെ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ആണ്. അതെന്താക്കാനാ പറഞ്ഞേക്കുന്നത്? 0 ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ വീണ്ടും എം പ്രിന്റ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും വരിക? 1ന് പകരം 0 2 3 4 5 6 7 8 9 എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത മോഡിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് എം 7 to 9, അതായത് 7 8 9. ഇതിലേക്ക് എന്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? -1 അസൈൻ ചെയ്യാം. -1 അസൈൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം നമുക്ക്. ആഫ്റ്റർ ദ സെക്കൻഡ് മോഡിഫിക്കേഷൻ 0 2 3 4 5 6 വരെ നേരത്തെ തൊട്ട് മുമ്പത്തെ അറേ തന്നെയാണ്. പക്ഷേ 7 8 9 നമ്മൾ എന്താക്കി മാറ്റാൻ പറഞ്ഞു? -1 -1 -1. സോ അറേയിൽ വന്നിരിക്കുന്ന ആ വാല്യൂസ് ആണ്. ഇനി അടുത്തത് അപ്ഡേറ്റിംഗ് 2 ഇൻഡിസസ് വിത്ത് 2 ഡിഫറെന്റ് വാല്യൂസ്. അറ്റ് എ ടൈം നമ്മൾ 2 പേരെ മാറ്റുവാണ്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? കമ്പൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക, COUT. അതായത് 2ാമത്തെയും 5ാമത്തെയും വാല്യൂസിനെ നമ്മൾ എന്താക്കി മാറ്റണം? -1ഉം -2 ആക്കി മാറ്റണം. വേറെ വ്യത്യാസം ഒന്നും അവിടെ ഇല്ല. എവിടെയാണ് മാറ്റേണ്ടതെന്നുള്ള ആദ്യം നമ്മൾ എം എന്ന് പറഞ്ഞു കൊടുക്കുക. എം ആണ് നമ്മുടെ വെക്ടർ, എമ്മിനകത്ത് ആണ് മാറ്റേണ്ടത്. സോ അതങ്ങനെ പറയുക. C(5)ന് പകരം C(-1). 2നും 5നും പകരം അവിടെ എന്ത് വരും? -1ഉം -2ഉം വരും. ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 2 കടന്നെടുത്ത് ഇപ്പൊ ഇവിടെ എന്ത് വന്നു? -1 വന്നു. ഇനി 5 കടന്നെടുത്ത് എന്ത് വന്നു? 5 കടന്നെടുത്ത് എന്ത് വന്നു? -2 വന്നു. ഈ നെക്സ്റ്റ് മോഡിഫിക്കേഷൻ നമുക്ക് നോക്കാം. ദിസ് ആഡ് ന്യൂ എലമെന്റ് ടു ദ അറേ. നമുക്ക് എം ഓഫ് 10 ഇവിടെ നിലവിൽ എത്ര വരെ ഉള്ളൂ? 1 to 9 ഉള്ളൂ നമ്മുടെ അറേക്കകത്ത്. അപ്പോൾ 10ാമത്തെ പൊസിഷനിലേക്ക് 10 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്യുന്നു. നോക്കാം മാറ്റം വന്നോന്ന്. വന്നു അല്ലേ? എനിക്ക് 10ാമത്തെ പൊസിഷനിൽ ആര് വന്നു? 10 വന്നു. 10 വന്നു. അപ്പോൾ അതാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ മോഡിഫിക്കേഷന്റെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ താഴെ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് മോഡിഫിക്കേഷനിൽ 7 തൊട്ട് 9 വരെ -1 ആണ് വന്നിരിക്കുന്നത്. തേർഡ് മോഡിഫിക്കേഷനിൽ -1ഉം -2ഉം ആരെയൊക്കെ റീപ്ലേസ് ചെയ്തു? സെക്കൻഡിലെയും ഫിഫ്ത്തിലെയും എലമെന്റ്സിനെ റീപ്ലേസ് ചെയ്യുന്നു. ഫോർത്ത് മോഡിഫിക്കേഷനിൽ നമ്മൾ എക്സ്ട്രാ ഒരു വാല്യൂം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് മോഡിഫിക്കേഷൻസിന്റെ കേസിൽ വരുന്നത്. ഓക്കെ.